ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെറുതെ കപ്പലണ്ടി വറക്കാണ്. കപ്പലണ്ടി വറുത്തത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മൾ ചൂടോടെ നല്ല കപ്പലണ്ടി വറുത്തത് നമ്മൾ പുറത്തുനിന്ന് ഉന്തുവണ്ടിക്കാരെന്നും ഇവരെന്നൊക്കെ വാങ്ങി കഴിക്കേണ്ടത് അതേപോലത്തെ കപ്പലണ്ടി വറുക്കുന്നത് നമ്മുടെ സാധാ OTG ഓവനിൽ വറുത്തെടുക്കേണ്ടതാണ്. ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ സ്റ്റൗവിൽ നിന്നിട്ട് ഇളക്കുക ഒന്ന്, അതേപോലെ സ്റ്റൗവിൽ നിന്ന് വറുക്കുകയാണെങ്കിലും അത് കുറെ നേരം നിന്നിട്ട് ഇളക്കൊക്കെ വേണ്ട. ഇതൊന്നും വേണ്ട. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് കപ്പലണ്ടി വറുക്കാനായിട്ട് ഇവിടെ 1/4 കിലോ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വെച്ചിട്ടുള്ളതാണ്. വെറുതെ ഒന്ന് കഴുകി വെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അത് കഴുകി വെച്ചേക്ക് നമ്മള് ഇതൊന്ന് ആദ്യം ഉപ്പിട്ടിട്ട് കുതിർത്ത് വെക്കണം. കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മുങ്ങി കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. പൊടിയുപ്പ് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്ന് വെക്കുകയാണ് ചെയ്യണത്. അപ്പൊ ആ കപ്പലിലേക്ക് ഒന്ന് വീർത്ത് വരും. അതിലേക്ക് കുറച്ചൊക്കെ ഉപ്പൊക്കെ പിടിക്കും. ഇനി ഉപ്പിന്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് കൂട്ടാം. ഇതാണ് ഒരു സാധാ കപ്പലിയുടെ അളവ്. എന്നാൽ നല്ലപോലെ ഉപ്പുണ്ടാവില്ല. അപ്പം അതൊന്ന് 20 മിനിറ്റ് വെക്കാം. നമ്മൾ ഇനി 20 മിനിറ്റിന് ശേഷം നമ്മളിത് അരിപ്പയില് വാല വെക്കാനാണ് ചെയ്യണത്. അപ്പൊ നമുക്കത് വാല വെക്കാം. നമ്മളിതാ ഈ വാല വെച്ചതില് വെള്ളം ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവനില് നമ്മളിത് OTGയിലാണ് വെക്കാൻ പോണത്. OTGയുടെ ഓവനിലെ ട്രേ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് നേരിട്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ജസ്റ്റ് ഇതൊന്ന് വെറുതെ ഒന്ന് പരത്തിട്ട് കൊടുക്കുക. ട്രേയിൽ ഫുള്ളായിട്ട് നമ്മളത് പരത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. ഇനി നമ്മളിത് ഓവനിൽ വെക്കുകയാണ്. ഈ ട്രേയിൽ ഇട്ട് വെച്ചിട്ടുള്ള കപ്പലിന്റെ നമ്മുടെ OTG ഓവനിലെ പ്രസ്റ്റീജിന്റെ ആണ് നമ്മൾ ഇവിടെ ഉള്ളത്. പ്രസ്റ്റീജിന്റെ ആണ്. അതിൽ OTG ഓവനില് 250 ഡിഗ്രി സെൽഷ്യസില് നമ്മള് 15 മിനിറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രീഹീറ്റ് ചെയ്യണമെന്നില്ല. ആദ്യം നമ്മളിതിൽ 15 മിനിറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ടൈമർ ഓൺ ചെയ്യാം. 2 സൈഡിൽ നിന്നും ചൂട് വരുന്ന ഇതിലാണ് ഇട്ടത്. നമ്മൾ 2 മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് വരുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഓവൺ അനുസരിച്ചിട്ട് ചൂടിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ 15 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കുക. 15 തൊട്ട് 20 മിനിറ്റിനുള്ളിൽ ചില ഓവണിന്റെ പ്രത്യേകത കാരണം ചൂടൊന്ന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. നമ്മളുടെ കപ്പലിന് തന്നെ 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നെ. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തൊട്ടിട്ട് അതിങ്ങനെ പൊട്ടി തുടങ്ങും. പൊട്ടി തുടങ്ങുന്ന പറയുന്നത് അതിൽ ചൂടായി ഏകദേശം ആയി തുടങ്ങിയെന്നുള്ളതിനാണ്. പൊട്ടുമ്പോ ആരും ഇങ്ങനെ പൊട്ടണ ഓവനിലിരുന്ന് പൊട്ടണെന്ന് വിചാരിക്കേണ്ടത്. 15 മിനിറ്റ് ആയിണ്ട്. അപ്പൊ നമുക്കത് എടുത്ത് നോക്കാം. മിനിറ്റ് ആയിണ്ട്. നമുക്ക് ഇങ്ങനെ തുറന്ന് നോക്കാം. പിടിക്കുമ്പോഴൊക്കെ നോക്കി തുറക്കുക. ചൂടുണ്ടാവും നല്ലപോലെ. ഉണ്ടോ? തുണിയൊക്കെ പോകാൻ തുടങ്ങിയിട്ട് നമുക്കതൊരു 2 മിനിറ്റ് 4 മിനിറ്റ് കൂടി ഒന്ന് വെക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഉച്ചരിഞ്ഞ് നേരമാണ്. നമ്മളിപ്പോ ഒരു വോൾട്ടേജിന്റെ സമയത്തിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ചൂട് വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചൂട് കുറയും കൂടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പൊ ജസ്റ്റ് അതൊന്നൊരു 4 മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്കത് പുറത്തേക്ക് എടുക്കാം. 4 മിനിറ്റ് കൂടി കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ നമ്മളിത് ഓഫ് ചെയ്യാണ്. നല്ല ചൂടോടിയിരിക്കുകയാണ്. നമ്മളൊരു 15 മിനിറ്റും പിന്നെ ഒരു 4 മിനിറ്റ് വെച്ചത് 3 മിനിറ്റ് ആകുമ്പോഴേക്കും എടുത്തു. അപ്പൊ ഒരു 18 മിനിറ്റ് ആണ് വെച്ചത്. നമ്മൾ 15 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കുക കണ്ട നന്നായി ആയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങളെ പോലെ ഉണ്ടാവും. പക്ഷെ അത് ചൂടാറുമ്പോൾ ശരിക്കും പാകമായിരിക്കും. അപ്പൊ നമുക്കത് ചൂടാറാനായിട്ട് വെക്കാം. ഇവിടെ കപ്പലിൽ ചൂടാറിന്റെ ഉണ്ടാവും. സൗണ്ട് കേട്ടാലോ നന്നായി ആയിട്ടുണ്ട്. അത് ചൂടാറി അപ്പൊ നന്നായി തട്ടി വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ പോലെ വേണ്ട. ഇവിടെ ഈ ഒരു പാകമാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടില് ഓവണുള്ളവർക്ക് സുഖമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വറുത്തെടുക്കാം. കുറെ നേരം ഇട്ടിട്ട് ഇളക്കുക അങ്ങനെയൊന്നും വേണ്ട. മണ്ണിലിട്ടിട്ട് ഇളക്കുകയോ നോൺ സ്റ്റിക് പാത്രത്തിൽ ഇളക്കുക അങ്ങനെയൊന്നും വേണ്ട. അത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്കാണെങ്കിൽ കപ്പലണ്ടി കഴിക്കുന്നത് കാൽഷ്യം കൂടാനായിട്ട് കപ്പലണ്ടി കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക്
ധൈര്യമായിട്ട് പിള്ളേർക്ക് നല്ല സാധനമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.